ദുബായിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് പൊതുവെയുള്ള കർശനമായ നിർദ്ദേശം. ഇല്ലാത്ത പക്ഷം കനത്ത പിഴ തന്നെ നൽകേണ്ടി വരുമെന്നാണ് അറിയിപ്പ്. അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയുമാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, കൂടുതൽ ജാഗ്രതയോടെയും കർശനമായ ചട്ടം പാലിച്ചു വേണം വാഹനം ഓടിക്കാൻ. കാരണം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യ ദുബായിലെ തെരുവുകളിലും പ്രധാന റോഡുകളിലും നിങ്ങളെ നിരീക്ഷിക്കാനായി ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അത് സൂക്ഷ്മമായ കണ്ണിലൂടെ നിരീക്ഷിച്ച് നിയമലംഘനം കണ്ടെത്തുന്ന സംവിധാനമാണ് റഡാർ. റോഡുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്താനും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ റഡാർ സംവിധാനം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത്. നൂതന റഡാറിലൂടെ ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, പെട്ടെന്നുള്ള റോഡ് ലൈൻ മാറ്റം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, തെറ്റായ ലെയിനിൽ വാഹനം ഓടിക്കുന്നത്, വിൻഡ്ഷീൽഡുകൾക്ക് നിയമവിരുദ്ധമായി ടിൻഡ് നൽകുന്നത് തുടങ്ങിയ നിയമലംഘനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. കാരണം ലംഘനങ്ങൾ സൂക്ഷ്മമായി കണ്ടെത്താനായി ഈ റഡാറുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഏത് ചെറിയ തെറ്റ് പോലും ഇവയ്ക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇത്തരം നിയമലംഘനങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്യുകയാണെങ്കിൽ അത് ലൈവായി കിട്ടിയിട്ടുള്ള ഫൂട്ടേജ് വിശകലനം ചെയ്യുകയും ലംഘനങ്ങൾ കൃത്യമായി കണ്ടെത്തി പിഴ നൽകുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറഞ്ഞ വെളിച്ചത്തിൽ പോലും വസ്ത്രവും സീറ്റ് ബെൽറ്റും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ ഇതിന് സാധിക്കും. അതുകൂടാതെ ഡ്രൈവർമാരുടെ കൈകളുടെ ചലനങ്ങളും ഫോൺ മുതലായ കയ്യിൽ പിടിച്ചിരിക്കുന്ന വസ്തു അവർ ആ ഉപകരണം ഉപയോഗിക്കുന്നുണ്ടോ എന്നുവരെ ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഇനി പിഴ അടയ്ക്കാതെ മുങ്ങാമെന്നോ നമ്മൾ ചെയ്യുന്ന ഓരോ നിയമലംഘനങ്ങളും മറ്റാരും കാണില്ല എന്നൊന്നും വിചാരിക്കേണ്ട. റഡാർ സംവിധാനം ദുബായിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനാൽ എപ്പോഴും നിയമം പാലിച്ചു വേണം വാഹനം ഓടിക്കാൻ. നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങൾ കർശനമായി പാലിക്കണം.